ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 262 ദിവസം. സൂറത്തുൽ ബഖറ 255. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. അല്ലാഹു, അവനല്ലാതെ ഇലാഹേതുമില്ല. ബ്രഹ്മാണ്ഡ പാലകനായ നിത്യ ജീവശക്തിയാകുന്നു. അവനെ മയക്കമോ ഉറക്കമോ ബാധിക്കുന്നില്ല. ആകാശഭൂമികളിലുള്ളതൊക്കെയും അവൻ്റേതാകുന്നു. അവൻ്റെ സന്നിധിയിൽ അനുമതിയില്ലാതെ ശുപാർശ ചെയ്യാൻ കഴിയുന്നവനാര്? സൃഷ്ടികളുടെ മുന്നിലും പിന്നിലും ഉള്ളതൊക്കെയും അവൻ അറിയുന്നു. അവൻ്റെ ജ്ഞാനത്തിൽ നിന്ന് യാതൊന്നും അവർക്ക് ഗ്രഹിക്കാനാവില്ല, അവർ ഗ്രഹിക്കണമെന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ. അവൻ്റെ ആധിപത്യം വാനലോകങ്ങളെയും ഭൂമിയെയും ഉൾക്കൊണ്ടിരിക്കുന്നു. അവയുടെ പരിപാലനം അവനെ ഒട്ടും ക്ഷീണിപ്പിക്കുന്നില്ല. അവൻ അത്യുന്നതനും അതിഗംഭീരനും തന്നെ. അള്ളാഹുവിൻ്റെ അപാരമായ ശക്തിയെയും അധികാരത്തെയും വ്യക്തമാക്കുന്ന സൂക്തമാണിത്. ആയത്തുൽ കുർസി എന്നാണ് ഈ സൂക്തം അറിയപ്പെടുന്നത്. അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ധാരാളമായി നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ സാധിക്കും. ദൈവത്തെ ഒരു മനുഷ്യൻ്റെ സ്ഥാനത്ത്, ഒരു മഹാനായ പുണ്യപുരുഷൻ്റെ സ്ഥാനത്ത് നിർത്തി മനസ്സിലാക്കുന്ന രീതിയാണ് പല മതങ്ങളിലുമുള്ളത്. വർഷത്തിൽ എല്ലാ ദിവസവും ഉണർന്നിരുന്ന് ഒരു രാത്രി ഉറങ്ങുകയാണ് ദൈവം എന്ന് കരുതുന്നവരുണ്ട്. 6 നാൾ കൊണ്ട് ആകാശഭൂമികളെ പടച്ച് 7-ാം നാൾ ദൈവം വിശ്രമിച്ചു എന്ന് കരുതുന്നവരുണ്ട്. ദൈവം ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വലിയ ശബ്ദത്തിൽ പടക്കം പൊട്ടിച്ചും മന്ത്രം ചൊല്ലിയും ദൈവത്തെ ഉണർത്തി അനുഗ്രഹം വാങ്ങണം എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെ പലതും. എന്നാൽ ആരാണ് അള്ളാഹു അഥവാ സാക്ഷാൽ ഈശ്വരൻ എന്ന് കുറഞ്ഞ വാക്കുകളിലൂടെ സമഗ്രമായ രീതിയിൽ ഖുർആൻ ഇവിടെ പറയുന്നു. അവന് ക്ഷീണമോ ഉറക്കമോ മയക്കമോ ഇല്ല. ആരെയെങ്കിലും സംബന്ധിച്ച് മറ്റാരെങ്കിലും ശുപാർശ ചെയ്ത് മനസ്സിലാക്കേണ്ട യാതൊരു കാര്യവുമില്ല. എല്ലാ ജ്ഞാനവും അള്ളാഹുവിലാണ്. ആർക്കെങ്കിലും ജ്ഞാനത്തിൽ നിന്ന് അല്പമെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ നൽകിയ അളവിൽ മാത്രം. അവൻ്റെ അധികാരം ആകാശത്ത് മാത്രമല്ല, അവൻ്റെ അധികാരത്തിന് കീഴിലല്ലാത്ത ഒരു സ്ഥലവും വസ്തുവും ഒരു ലോകത്തുമില്ല. എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനും അധികാരിയും അള്ളാഹു മാത്രമാണ്. ആർക്കെങ്കിലും ശുപാർശ ചെയ്യാനാവുമെങ്കിൽ അത് അള്ളാഹു അനുമതി നൽകുന്നവർക്ക് മാത്രം. ശുപാർശ ലഭിക്കാൻ പ്രീതിപ്പെടുത്തേണ്ടത് അള്ളാഹുവെ മാത്രം. നീതിമാനായ അള്ളാഹുവിൻ്റെ ഇംഗിതപ്രകാരമല്ലാതെ ഒന്നും നടക്കുന്നില്ല. അല്ലാഹുവല്ലാതെ ഇലാഹില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.